ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 5 തുടങ്ങിയിട്ട് ആദ്യം 5ഉം 6ഉം വായിക്കും. പിന്നെ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ എപ്പോഴും ആമീൻ പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അത് ആമേൻ, ദൈവത്തിന്റെ വചനം. ഇവിടെ പറയാം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യ ആഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. അല്ലെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. അപ്പം ഞാൻ പലപ്പോഴും പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. പലരും ഈ പണത്തിന്റെ എല്ലാം പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ ഇത് നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. ലേഖനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉള്ളവർ പോലും പലപ്പോഴും പണത്തിന് ഭയങ്കര ഫോക്കസ് കൊടുത്ത് അതിന്റെ പിന്നാലെ ഓടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും എന്ന് വെച്ചാ, കർത്താവ് നമ്മുടെ അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ് നമ്മുടെ പ്രതിഫലം. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാം, ദൈവം നമ്മളെ ഒരു വേലക്കായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് നമ്മുടെ സ്പോൺസർ. അല്ലേ? നമ്മളെ ജോലിക്ക് വെക്കുന്ന ആളല്ലേ നമുക്ക് ശമ്പളം തരുന്ന ഉത്തരവാദിത്തം. ദൈവമാണ് നമ്മുടെ സ്പോൺസർ. അപ്പൊ ഞാൻ ആ കർത്താവിൽ വിശ്വസിച്ച് നമ്മളങ്ങ് നിൽക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് എന്തിനെങ്കിലും വന്ന് പട്ടിണി കിടന്നെന്ന് പറഞ്ഞു കേട്ട് ഞാൻ എനിക്ക് അനുഭവമില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, കർത്താവ് എന്നോട് പറഞ്ഞു കേട്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയും, ഹല്ലേലൂയ, ഞാൻ 5 വർഷമായി ജോലി ചെയ്ത് 7 മാസം പാട് ജോലി ചെയ്ത് ഇന്ന് വരെ എനിക്ക് ഹല്ലേലൂയ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒരു മുട്ട് വന്നിട്ടില്ല. അല്ലാതെ നമുക്ക് ചില ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എനിക്കറിയാം, അത് നമുക്കൊരു ഹല്ലേലൂയ നമുക്കൊരു ബുദ്ധിമുട്ടായി വരുമ്പോഴത്തേനും ദൈവം അത് പരിഹരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞ ദൈവമാണ്. നീ ഇവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ വിശ്വസ്ത അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നാളെ കുറിച്ച് വിചാരപ്പെടാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും വെറും വാക്ക് പറയത്തില്ല. ഫോഴ്സ്ക്ക് പറയാ ദൈവം മനുഷ്യനല്ല. ദൈവത്തിന് നിവർത്തിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഇന്നലെ ഞാനിങ്ങനെ നമ്മുടെ പാസ്റ്റർ റെജി എബ്രഹാം എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ബൈബിൾ ഫുൾ ഇങ്ങനെ പറയാം. അതിലേത് ഒരു ഭാഗം ഞാൻ കേട്ടുള്ളൂ. അത് ഒരു മണിക്കൂറോളം ഉണ്ട്. അത് അദ്ദേഹം ഈ ലേഖനങ്ങളെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും എന്നിട്ട് ഉൽപ്പത്തി തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പറയാം. എന്നിട്ട് നമ്മളെല്ലാം വചനം വായിക്കുന്ന ഉൽപ്പത്തിയുടെ 1ഉം 2ഉം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്ഫോടനം ഉണ്ടാകുന്ന പോലെ ഒരു അത് എന്താന്ന് വെച്ചാൽ അതിനകത്ത് കുറെ വാക്കുകൾ ഇട്ടേന്ന് അവസാനിക്കുന്ന കുറെ വാക്കുകളുണ്ട്. ആമി ഉണ്ടാകട്ടെ, ആമി വരട്ടെ, വളരട്ടെ, അല്ലെങ്കിൽ സംഭവിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആ വാക്കിലെല്ലാം ഇവിടെ മറ്റുള്ളവർ പറയുന്ന കണക്ക് ഇതൊരു കെട്ടുകഥയല്ല. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം തന്നെയാണ് ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ശബ്ദം അതൊന്ന് മുഴങ്ങി കേട്ടപ്പോൾ സംഭവിച്ചത്. അപ്പൊ അത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പറയാം, ഇപ്പൊ നമുക്ക് പറയാം, ഞാനിപ്പോ പറയാം, നമ്മൾ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ റൂളർ അല്ലെങ്കിൽ ഒരു റോയൽ ഫാമിലി ഒരു ഷെയ്ക്ക് നമ്മുടെ സ്പോൺസറാന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ശമ്പളം കിട്ടുമോ, എനിക്ക് കറക്റ്റ് ശമ്പളം കിട്ടുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്താൽ കൃത്യമായിട്ട് എനിക്ക് സാലറി ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. അത്ര ഉറപ്പ് നമുക്കുണ്ട്. അതുപോലെ അതിനെക്കാട്ടി ഉറപ്പ് നമുക്കുണ്ടാകണം. കാരണം നമ്മുടെ കർത്താവിനെ നമ്മൾ സേവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കാര്യം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത് നിൽക്കുകയാണ്, നമുക്ക് വേണ്ടുന്ന എല്ലാം കർത്താവ് തക്ക സമയത്ത് ഒരുക്കി തരും. അമേസിങ് ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അത് എല്ലാ മേഖലയിലും നമുക്ക് വെളിപ്പെടുമെന്ന് നമുക്ക് ഉറപ്പ് വേണം. കാരണം അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങൾ അപ്പൊ ദ്രവ്യാഗ്രഹമില്ല, ഉള്ളത് കൊണ്ട് വെച്ചാൽ നമുക്കുള്ളത് എന്താ? ഇപ്പൊ എല്ലാരും പറയും നമുക്കുള്ളത് കൊണ്ട് ഇച്ചിരി ഉള്ളെങ്കിൽ അതുകൊണ്ട് തൃപ്തി. പക്ഷെ നമുക്കുള്ളത് എന്താ?
ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ കർത്താവിനെയാണ് ചെയ്യല, കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവെള്ളം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം, എന്റെ കർത്താവിൽ അങ്ങ് തൃപ്തിപ്പെടണം. ഹാലേ, മറ്റൊന്നിന്റെയും പിന്നാലെ പോകരുത്. ഹാലേ, നമുക്ക് എന്താ ഞാൻ പറയാം, ഇപ്പൊ കർത്താവിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അല്പം ഉള്ളെങ്കിൽ അതിനെ എടുത്ത് സ്തോത്രം ചെയ്ത് വർദ്ധിപ്പിക്കാൻ കഴിയുക അല്ലേ? എന്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്റെ കയ്യിൽ പൈസ കുറവാകുമ്പോൾ ഞാൻ അത് കൈ പിടിച്ച് സ്തോത്രം ചെയ്യും. അല്ലെ, ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കർത്താവ് എന്റെ കയ്യിൽ ഇത്രയും എനിക്ക് ഇന്ന സാധനങ്ങൾ ലിസ്റ്റ് ഞാൻ അന്നേരം അതിന് പോകുമ്പോൾ ഞാൻ നോട്ട് പാഡ് ലിസ്റ്റ് അടിച്ചു. അപ്പൊ ഞാൻ എനിക്ക് ഇത്രയും സാധനം എന്റെ ഇത്രയും കാശേ ഉള്ളൂ. ഹാലയിലെ എനിക്ക് ഇതെല്ലാം വാങ്ങിയിട്ട് ഇത്തിരി പൈസ ബാക്കിയും കിട്ടണം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് പോയാൽ എനിക്ക് അന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അന്ന് വിലക്കുറായിരിക്കും, ഓഫർ ആയിരിക്കും. എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ട എന്റെ കർത്താവിന് സാഹചര്യം കഴിയുന്നത് എന്താ ഉള്ളത്. അപ്പൊ നമ്മുടെ അയ്യോ എന്റെ കാശിലിട്ട് ആരെങ്കിലും എനിക്ക് ഒരു 50 ദിർഹംസ് 100 ദിർഹംസ് തന്നെ വിളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വാങ്ങാൻ എല്ലാം നമ്മൾ വാങ്ങി ബാക്കി അല്പം ഉണ്ടാകും കർത്താവ്. കർത്താവ് 5 അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്തപ്പോൾ എല്ലാവരും ഭക്ഷിച്ചിട്ട് പരാപരം എത്തിയെന്നല്ല പറഞ്ഞത്, 12 കൊട്ട അധികം എടുത്തുന്ന. ഹാലേലിയ, എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതുപോലെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് എപ്പോഴും ഹാലേലിയ എത്ര ഇല്ലെങ്കിൽ നമുക്ക് അതിൽ അല്പം എക്സ്ട്രാ വെക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകും. ഹാലേലിയ. ഇവിടെ പറയും നിങ്ങളുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് ആരെങ്കിലും ഒരാളല്ല നമ്മളോട് പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് തന്നെയാണ് അരുളി ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, നമ്മൾ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാക്കിയ ഭയപ്പെടുന്നത്? എന്തിനാ? നമ്മളിപ്പോ അതൊക്കെ അതിന്റെ വെളിപ്പാടൊക്കെ പ്രാപിച്ച മനുഷ്യൻ ദാവീദായിരുന്നു. ഊരുള്ള താഴെക്കിടപ്പാലും എനിക്കൊരർത്ഥം ഭയപ്പെടില്ല. എന്താ? എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹാലേലിയ. അപ്പൊ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഏത് അവസ്ഥയെ കൂടെ പോവുകയാണെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള ടെസ്റ്റിമണി ഉണ്ടായിരുന്നു. സിസ്റ്റർ ഒരു പെൺകൊച്ചുങ്ങൾ. അപ്പൊ അതിനകത്തൊക്കെ പല സാഹചര്യം കൂടെയും പല പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ അവരിപ്പോ ഇപ്പം UK പോയി ജോലി കിട്ടി വന്ന് ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പുകേര സാക്ഷി പറഞ്ഞ് പല സമയത്തും വളരെ പ്രയാസ സങ്കടങ്ങളിലൊക്കെ പോകുമ്പോഴെല്ലാം അപ്പൻ എന്റെ കരം പിടിച്ചിട്ടുണ്ട്. അപ്പൻ എന്റെ കരം അപ്പൻ എന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയത്തൊക്കെ വാവിട്ട് നിലവിളിക്കുമ്പോൾ അപ്പൊ പാസ്റ്റർ വിളിച്ച് പാസ്റ്റർ കുഞ്ഞെ നീ പേടിക്കണം, നിന്റെ കയ്യിൽ കർത്താവ് നിന്റെ അപ്പൻ പിടിച്ചിട്ടുണ്ട്. അപ്പ നിന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പ ആ ധൈര്യമാണ്. അപ്പൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്തും വഴി കൊണ്ടുവന്ന് കുഴി കൊണ്ട് ചാടിക്കത്തില്ല. അപ്പൻ നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ആ നടത്തുന്ന അപ്പനാണെന്ന് വിശ്വസിക്കുന്നവരെ ഒരു നാളും വീണുപോകാൻ അനുവദിക്കത്തില്ല, കുഴിയെ കൊണ്ട് ചാടിക്കത്തില്ല. ഹാലേലിയ. നമ്മളെ കൊണ്ട് ഏതെങ്കിലും ആപത്തിലേക്ക് കൊണ്ട് ഇട്ടു തരത്തില്ല. കാരണം എന്താ? പിടിച്ചിരിക്കുന്ന കരം എത്ര ബലമുള്ള കരമാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഈ പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളതാണ്. കാരണം ഞാൻ നിന്നെ ഒരു നാള് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ ദൈവം നമ്മളെ ഒരു നാളും നമ്മൾ ഏതവസ്ഥ പലപ്പോഴും നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നവർക്കല്ലേ നമുക്ക് തോന്നും ചില സമയത്ത് ഹാലേലിയ അയ്യോ ഇതിങ്ങനെ അതിങ്ങനെയാണ്. പക്ഷെ അപ്പൊ നമ്മുടെ ഹാലിലെ ആ സാഹചര്യങ്ങളെ നോക്കല് നമ്മൾ അന്നേരം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ആരെന്ന് തിരിച്ചറിയണം. നമ്മുടെ കൂടെ കൂടെ ഉള്ളവർ ആരെന്ന് തിരിച്ചറിയാൻ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനാലും നമ്മൾ ഭയപ്പെടുകയും കുലുങ്ങുകയും ചെയ്യരുത്. കാരണം നമ്മുടെ വിശ്വാസ ജീവിതം അതാണ്. കാരണം ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ നടത്തുന്ന കർത്താവാണെങ്കിൽ എന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവമാണ്. എന്നെ ഉപേക്ഷിക്കുക അത് അരുളി ചെയ്തിരിക്കുന്ന ഒരു പ്രവാചകനല്ല, ഒരു ശുശ്രൂഷകനല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്ക് ഒരു നാളും മാറ്റി പറയത്തില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കും. എന്നിട്ട് അടുത്ത് പറയുന്നത് കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. ഇതായിരുന്നു നമ്മുടെ എല്ലാം. കർത്താവ് എനിക്ക് തുണ. ഹാലേലൂയ. എന്റെ ദൈവം എനിക്ക് തുണയാണ്. ഈ ലോകത്തുള്ള സകല ആൾക്കാർ എനിക്ക് പ്രതികൂലമായി നിന്നാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് തുണയാണെങ്കിൽ ഹാലേലൂയ എന്നെ ഒന്നും ചെയ്യാനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് തകർത്ത് കളയാനായിട്ട് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഹാലേലൂയ ആർക്കും കഴിയത്തില്ല.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ പല സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അയ്യോ നമ്മൾ കഷ്ടതയിൽ കൂടെ പോകാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, പ്രയാസമാണ്, രോഗമാണല്ലോ, നിന്ദയാണല്ലോ, പരിഹാസമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. കർത്താവ് നമ്മൾക്ക് തുണ നിൽക്കുന്നുണ്ട്, നമ്മുടെ കൂടെ കരം പിടിച്ചിട്ട് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന അവസ്ഥ കർത്താവ് അറിയാതെയല്ല ഇത് നമ്മൾ ഈ അവസ്ഥയെ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്ത് മാറി നിൽക്കുകയല്ല, കർത്താവ് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിലെ കൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായതുകൊണ്ട്, അല്ലെ ദൈവം നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പർപ്പസിലേക്ക് നമ്മളെ നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വെറുതെ നിങ്ങൾ തള്ളിവിട്ടിട്ട് കർത്താവ് എങ്ങ് മാറിയിരിക്കണം, നമ്മളെ കൂടെ നടന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മളെ അതിലൂടെ നടത്തി നമ്മളെ ആ ട്രയൽസിലൂടെ കൊണ്ടുപോയി നമ്മളെ യോഗ്യമായ ഇടത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടഫാ. എല്ലാവരും 10ാം ക്ലാസ്സിൽ ഭയങ്കര കടമ്പ കിടക്കുന്ന കണക്ക് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ കടിച്ച് പഠിച്ച് പാസ്സാവും. ഈ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ പരീക്ഷ തീർന്നു. അവിടെ അവര് 11ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും കയറുമ്പോൾ 10ാം ക്ലാസ്സിനെക്കാട്ടി കുറച്ചുകൂടെ ടഫ് അവർക്ക് പഠിക്കാനുള്ളത്. 10നേക്കാട്ടി ഈസിയാണ് എനിക്ക് 11, 12 പറഞ്ഞ ആരുമില്ല. കാരണം അതിനെക്കാട്ടി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് അവർക്ക് 11ഉം 12ഉം. അതും പോട്ടെ, +1 +2 അത് നമ്മളോട് പറയുമോ പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, പിള്ളേർക്ക് അറിഞ്ഞുകൊണ്ടൊക്കെ നടക്കും. പക്ഷേ അതും പഠിച്ച് പാസ്സായി നല്ല മാർക്ക് ലഭിച്ച് അവർ പോകുന്ന അടുത്ത അവർ ഗ്രാജുവേഷൻ ഏതെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ അത് അതിനെക്കാട്ടി പാടാണ്. അപ്പൊ MBBS ഒക്കെ മെഡിസിൻ ഒക്കെ പഠിക്കുന്ന പിള്ളേരെല്ലാം പറയാം. പക്ഷെ മെഡിസിൻ ഒക്കെ പഠിക്കുന്ന പിള്ളേർ 10-72 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ അവരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ അവരങ്ങനെ നിന്ന് അങ്ങനെ അത്രത്തോളം എഫർട്ട് കൊടുത്താണ് അവർ ഓരോ സബ്ജക്ട് ഓരോ ക്ലാസ് അവർ പഠിച്ചു കയറുന്നത്. അല്ലാതെ 10 കഴിഞ്ഞ പിന്നെ സുഖമായിട്ട് ഇനി പരീക്ഷയൊന്നും ഇല്ല, എനിക്ക് ഇനി ഒരു കുഴപ്പം അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ആരും അങ്ങനെ ഇരിക്കുന്നില്ല, അല്ലെ? അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അതുപോലെ നമ്മൾ ഓരോ ഗ്രേഡ് കഴിയും തോറും ഓരോ ഗ്രേഡ് നമ്മൾ കയറണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഓരോ ലെവൽ നമ്മൾ കയറണമെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ചില ട്രയൽസിലൂടെ പോകണം. അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തെ പലതിനെയും ജയിക്കാനായിട്ട്, പലതിനെയും ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന നമ്മൾ തന്നെ പരിശോധിച്ചറിയാനായിട്ട് നമ്മുടെ വിശ്വസ്തതയെ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് ബോധ്യപ്പെടുത്താനായിട്ടൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില ട്രയൽസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ ടെസ്റ്റും ട്രയൽസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഓരോ ലെവൽ അങ്ങോട്ട് കയറുന്നുണ്ട്. ഇത് അറിയുന്നില്ല നമ്മൾ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന വെച്ചാൽ നേരത്തെ 10ാം ക്ലാസ്സിലാണ്, ഇപ്പൊ 11ലേക്ക് എത്തിയിട്ടുണ്ട്, 11 കഴിഞ്ഞ് 12ലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പടിയായിട്ട് നമ്മളെ ദൈവം കൈപിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ദൈവം നീ പൊക്കോ കയറിക്കോന്നല്ല, നമ്മുടെ കരം പിടിച്ച് നമ്മളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കർത്താവ് എപ്പോഴും നമ്മൾ മറന്നു പോകേണ്ടതാത്തൊരു കർത്താവ് എനിക്ക് തുണ, എന്റെ കൂടെ കൊണ്ട് അപ്പൊ പിന്നെ കർത്താവ് എനിക്ക് മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ മനുഷ്യനെന്ന് മാത്രമല്ല ഒരു പൈശാചിക മണ്ഡലമാകട്ടെ, ഈ ലോകത്തിന്റെ അധിപതികളാകട്ടെ, ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവ് നമുക്ക് തുണയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പഠിക്കുക മനുഷ്യനോട് എന്ത് ചെയ്യുന്നത്? നമുക്ക് ധൈര്യത്തോടെ പറയും. ഇത് പറയുമ്പം ഇങ്ങനെ സംശയിച്ച് പേടിച്ചിട്ടൊന്നുമല്ല, ധൈര്യത്തോടെ പറയണ എന്റെ കർത്താവ് എനിക്ക് തുണയാണ്. എന്റെ ദൈവം അനുവദിച്ചിട്ടില്ലെങ്കിൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് സംഭവിക്കത്തില്ല. നമ്മളെ നോക്കി നെഗറ്റീവായിട്ടൊരു ദൂത് വരികയാണെന്ന് ഇരുത്തോട്ടെ, ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ കാണുന്നു, അപ്പൊ തന്നെ അതെടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് പോകാം. അവിടെ വെച്ച് പറഞ്ഞ ഇല്ല, എന്റെ കർത്താവ് എനിക്ക് തുണ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് സംഭവിക്കാനുള്ളതല്ല. ഇതെനിക്ക് സംഭവിക്കത്തില്ല. അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം, അങ്ങനെ തന്നെ നമ്മൾ ഏറ്റെടുക്കണം. ചിലപ്പോഴൊക്കെ ചില പ്രവാചകന്മാരൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ അത് കൃത്യമായ സത്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചിരിക്കുന്ന പിശാച് വെച്ച പദ്ധതിയാണ്. പക്ഷെ നമുക്കതിന് ജയിക്കാൻ കഴിയും. എങ്ങനെയാ? നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ ആരുടെ കൂടെ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പലപ്പോഴും മരണം നമ്മളെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ സിസ്റ്ററെ കുറിച്ച് പറഞ്ഞു, ശവകുടീരം ആയിരിക്കേണ്ട ആളാണ് ഇപ്പൊ ജീവനോട് നിൽക്കുന്നുണ്ടോ നേരത്തെ. അപ്പൊ ചോദിച്ചപ്പോഴേ പറഞ്ഞ ശരിയാണ്. പല പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെ റെയിൽവേ പാളത്തിൽ പോയി വീഴുക, ട്രെയിനിന്റെ അടിയിൽ പോകാൻ പോയ, ഒരു പ്രാവശ്യം പാമ്പ് കടിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു. പലപ്പോഴും മരിച്ചു പോകേണ്ട സാഹചര്യത്തിൽ കൊണ്ടൊക്കെ മരണത്തിലൂടെ കുറെ പ്രാവശ്യങ്ങൾ പിശാചി തള്ളിയിട്ട, പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം താങ്ങി നിർത്തിയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വെറുതെ. അപ്പൊ കാരണം അവിടെയൊക്കെ എന്തൊക്കെ പിശാചി പദ്ധതി ഒരുക്കി നമ്മളെ തകർത്ത് കളയാൻ നോക്കിയാലും
അത് നടക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാ എന്റെ കർത്താവ് എന്റെ തുണ നിൽക്കുകയാണ്. എന്റെ കർത്താവ് എന്റെ കരം. അപ്പൊ കർത്താവ് നമ്മളെ കരം പിടിച്ച് നമ്മളോട് കൂടെ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അവിടെ തകർത്ത് കളയാൻ ആർക്കും പറ്റത്തില്ല. ഒരു മരണത്തിന് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും. ഇനിയിപ്പോ ആ മരണം വന്നെന്നിരുന്നു എന്നാൽ പോലും ആ മരണത്തിൽ നിന്ന് വീണ്ടും ജീവിപ്പിച്ച് ഭൂമി നമ്മളെ നിർത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ച പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് മറന്നുപോലെ. അപ്പൊ ധൈര്യത്തോടെ നമ്മൾ എപ്പോഴും പറയണ ഹാലേരിയ, ആമീൻ, എന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് എനിക്കുള്ളതല്ല, ഇത് വേറെ ആൾക്കുള്ള ദൂതാണ് ഹാലേരിയ. അതുകൊണ്ട് ഞാനിത് കൊണ്ടുവന്നത് കാരണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. ബാക്കി താഴോട്ട് വായിക്കാവോ സിസ്റ്ററെ? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് നിത്യവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. മതി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അടുത്ത, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ചത്, നമ്മളെ ഉപദേശിച്ചു ഒക്കെയാണ് നമ്മളെ നടത്തുന്നവരെ നമ്മളെപ്പോഴും ഓർത്തുകൊള്ളുമെന്ന് പറയുന്നത്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഹല്ലേലൂയ. അപ്പം അവരുടെ വിശ്വാസം, നമ്മളെ നടത്തുന്നവർക്ക് ആ വിശ്വാസത്തെ അനുകരിപ്പാൻ യോഗ്യരാണോ നമ്മൾ നോക്കണം. ഇവിടെ നമുക്ക് അങ്ങനെ നമുക്ക് അനുകരിക്കാനുള്ള കർത്താവ് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും പറഞ്ഞു എന്നെ അനുകരിപ്പിക്കുന്ന ഹാലിലെ. കാരണം നമുക്കൊരു മാതൃക വെച്ചിട്ടാ പോയത് ഹാലില്. അങ്ങനെയുള്ളത് നമ്മൾ അനുകരിക്കണം. എന്നിട്ട് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹാലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഹാലേലിയ ഫോളോ ചെയ്യാം, വിശ്വസിക്കാം, കൂടെ നടക്കാം. ഹാലേലിയ. നമ്മൾ ചേർന്ന് നടക്കുക ഇതൊക്കെ. കാരണം കർത്താവിനൊരു മാറ്റവും വരുത്തില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പൊ കർത്താവിന് ഒരിക്കലും മാറ്റം വരുത്തില്ല. മറ്റൊരു പറയുന്നത് ദൈവ ഗതിഭേദങ്ങൾ ആച്ഛാദനം വരുത്തില്ല. ഹാലേലിയ. അപ്പൊ നമ്മുടെ ദൈവം ഇന്നലെ ഒന്ന് പറഞ്ഞിട്ട് ഇന്നൊന്നും മാറ്റി പറയത്തില്ല. നമ്മളൊക്കെയാണ് അങ്ങനെയാ. ഹാലേലൂയ. എന്തെങ്കിലും ആരോടെങ്കിലും സഹായിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമയം എടുത്ത് അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം നമ്മളിങ്ങനെ വാക്കുകൾ മാറ്റി പറയും സാഹചര്യത്തിനനുസരിച്ച്. പക്ഷേല് നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നും മാറ്റത്തില്ല. കാരണം കർത്താവ് ഒരിക്കലും മാറ്റമില്ല. അപ്പൊ പല ആൾക്കാരും പറയും പുതിയ നിയമത്തിലെ യേശുവും പഴയ നിയമത്തിലെ ദൈവവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പഴയ നിയമത്തിലെ ദൈവത്തിനും പുതിയ നിയമത്തിലെ യേശുവിനും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ വന്ന് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അന്നല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഭൂമിക്ക് അടിസ്ഥാനം മുമ്പേ യേശു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു നിത്യത തുടങ്ങി നിത്യത വരെ എന്ന് പറഞ്ഞപ്പോ അവിടെ അനാദി കാലത്തിന് മുമ്പേ കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. അത് പക്ഷെ ഒരു മനുഷ്യ
മനുഷ്യ രൂപത്തിലായി ഈ ഭൂമിയിലേക്ക് വന്നത് 2024 വർഷം അതിനുമുമ്പ് യേശുക്രിസ്തു കൊണ്ട് നമുക്ക് പലപ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം നമുക്കറിയാം അതിലെല്ലാം മറിഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു എന്ന പൊരുൾ. അപ്പൊ അത് നമുക്ക് ആ പൊരുൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നതേ ഉള്ളൂ. അപ്പാണ്ട് ദൈവം എന്നും എന്നേക്കും അന്യൻ തന്നെയാണ്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങൾ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ഹല്ലേലൂയ. അപ്പം ചില വിവിധ ഉപദേശങ്ങളാണ് നമ്മളെ ആരും വലിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കാരണം എപ്പോഴും ഞാൻ പറയുന്നത് വചനം നമ്മൾ എപ്പോഴും ആര് പ്രസംഗിക്കുമ്പോഴും എത്ര വലിയ ഫേമസ് ആയിട്ടുള്ളവരെ പ്രസംഗിച്ചാലും നമ്മൾ നമ്മുടെ സ്പിരിറ്റ് അതിനെ വിവേചിച്ച് തിരിച്ചറിഞ്ഞാണ് ക്രിസ്തുവിന്റെ ആ സ്പിരിറ്റ് നമ്മുടെ സ്പിരിറ്റ് എപ്പോഴും കണക്റ്റഡ് ആയി ആക്റ്റീവ് ആയിരിക്കുവാണെങ്കിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ അകത്തെ മനുഷ്യൻ എപ്പോഴും ഉണർന്നിരിക്കും. പുറത്തെ മനുഷ്യൻ ചെവിയെക്കാട്ടി അകത്തെ മനുഷ്യൻ ഉണർന്നിരിക്കുക. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിപരീത ഉപദേശം, ഒരു മിസ്റ്റേക്ക്, ഒരു വളച്ചൊടിക്കൽ എന്തെങ്കിലും ഉണ്ട്, ആ നിമിഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധനെ നമുക്കത് വെളിപ്പെടുത്തി തരാം. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. വചനം കേൾക്കണം. ആര് പ്രസംഗിക്കുമ്പോഴും വചനം കേൾക്കണം. അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് പറയുന്ന വിവിധവും അനന്യം ഉപദേശങ്ങൾ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കുന്നത് നല്ലത്. അപ്പൊ അതുകൊണ്ട് ആചരിച്ച് ഭോജന നിയമങ്ങളാലല്ല എന്ന് പറയുമ്പോ യാഗങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന മാനുഷ്യമായ ജഡികമായിട്ട് ഒരു നിയമങ്ങളാലും അല്ല നമ്മളെ ദൈവം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതിന് കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തിൽ ഉറച്ചിരിക്കേണ്ടുന്നത് നമ്മുടെ കൃപയാൽ ആയിരിക്കണം. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. കൃപയാലാണ് നമ്മൾ വിശ്വാസത, കൃപയാലാണ് ദൈവം നടത്തുന്ന. ഇപ്പൊ കൃപയുടെ വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് പോകണം. ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ ഫോഴ്സ്കോ ഒക്കെ കേട്ടിട്ടല്ല അവിടെയൊക്കെ നമ്മൾ കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നല്ലേ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അപവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോകുന്ന മൃഗങ്ങൾ ഉടൻ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അപ്പൊ പഴയ നിയമകാലത്ത് ഉണ്ടായത് അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അപ്പം ഒരു യാഗമൃഗത്തിന്റെ ഉടല് അത് കട്ട് ചെയ്തെടുത്തിന് ആ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളയുന്നത്. അതുപോലെ തന്നെയാണ് യേശു കർത്താവ് പുറത്ത് വെച്ചാണ് എല്ലാവരുടെ മുമ്പ് പബ്ലിക്കായിട്ട് തലയോടിടം എന്ന സ്ഥലത്ത് അപ്പൊ അവിടെ വെച്ചിട്ട് നിന്ദ അനുഭവിച്ചു. അങ്ങനെ യേശു സ്വന്തം രക്തത്തെ വിശുദ്ധ നഗരവാലിൽ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അതുപോലെ അങ്ങനെ ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നിട്ട് പാളയത്തിൽ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിന്ദകളൊക്കെ മറ്റുള്ള മനുഷ്യരെ നമ്മുടെ എല്ലാം വിഷമം എന്താ പറയാ, അയ്യോ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവര് കാണുന്നല്ലോ, ബന്ധുക്കള് കാണുന്നല്ലോ, അല്ല നാട്ടുകാർ കാണുന്നല്ലോ, ഈ നിന്ന് എങ്ങനെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കർത്താവ് യേശുക്രിസ്തു പാളയത്തിന് പുറത്താണ് നിന്ന് ചുമന്നതെങ്കിൽ നമ്മളും അതുപോലെ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ പാളയത്ത് നമ്മുടെ അകത്ത് വീടിനകത്ത് റൂമിനകത്ത് നമ്മൾ ഇരിക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ പബ്ലിക്കലി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അപമാനിക്കപ്പെടാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ കർത്താവ് ആ ചുമന്ന നിന്ന് രഹസ്യമായിട്ടല്ല ചെയ്ത്, അത് പരസ്യമായിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കണം. അതുകൊണ്ട് ആ പാളയത്തിന് പുറത്ത് അങ്ങനെ യേശു സ്വന്തം രക്ത ജനത്തെ വിശുദ്ധ നഗരവാദിന് പുറത്തെ കഷ്ടം ആകെ നാം അവന്റെ നിന്ന് ചുമന്നിട്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പാളയത്തിന് പുറത്തിറങ്ങണം. ഇന്ന് ദൈവദാസന്മാരൊക്കെ വഴി കിടന്ന് അടികൊള്ളിയും പലയിടത്തും പോയി ഉപദ്രവിക്കപ്പെടുകയും ഒത്തിരി ഇപ്പൊ നമ്മൾ കണ്ട് ഈ ഇടയ്ക്ക് നഗ്നരായൊക്കെ നടത്തിയൊക്കെ ചെയ്തതിന്റെ കാര്യം എന്താ, അവരൊക്കെ നിന്ദിക്കപ്പെടുന്ന ഇവിടെ അകത്തല്ല പുറത്ത് പബ്ലിക്കലി ചെയ്ത് ആയിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു അങ്ങനെ ആകണമെന്നല്ലേ പറയാം. പക്ഷേ അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അത് ഭയങ്കര മഹത്വത്തിന് കാരണമായി മാറും. കാരണം വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു നഗരത്തിന് പുറത്ത് വെച്ചാണ് നമുക്ക് വേണ്ടി നിന്ന സഹിച്ചത്. അതുപോലെ ഇവരും അവിടെ അങ്ങനെ നിന്ന് സഹിക്കാനായിട്ട് അങ്ങനെ അവർക്കൊരു അത് കിട്ടുന്നെങ്കിൽ അത് ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തു ഗ്ലോറിഫൈ ചെയ്ത പോലെ അവരുടെ ജീവിതത്തിൽ വലിയ മഹത്വത്തിന് കാരണമായി മാറാൻ അവിടെ
എന്നിട്ട് എന്താ നേരത്തെ അവിടെ നമുക്ക് നിലനിൽക്കുന്ന ചുമന്നൊരു പാലത്ത് അവന്റെ അടുക്ക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ള അത്രയും നാം അന്വേഷിച്ചു. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ പറയുമ്പോ അങ്ങനെ ഇല്ല, പക്ഷെ വരുവാനുള്ള നാം അന്വേഷിച്ചു. പക്ഷെ എന്നാലും ഈ ഭൂമിയിൽ നമുക്ക് ഹാലേലിയ ഈ എന്താ പറയുക ഇതുപോലെ നിന്ദകളൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് വരുന്ന സമയത്ത് ഹാലേലിയ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വരുമ്പോൾ നമ്മൾ അത് ദുഃഖിച്ചു പോകേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് ദൈവം അനുവദിച്ച് പലപ്പോഴും ഞാൻ കണ്ട ദൈവമക്കളുടെ ഒക്കെ ജീവിതത്തിൽ ഹാലേലിയ ഒരുമാതിരിയുള്ളൊക്കെ ഞാൻ മനസ്സിലാക്കും. ഒത്തിരിയൊക്കെ ഞാൻ അടുത്തറിയുന്നവരൊക്കെ ജീവിതത്തിൽ അവർ ഒരുപാട് നിന്ന സഹിച്ചു, ഒരുപാട് അപമാനം സഹിച്ചു ഒക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ഭയങ്കര വലിയ പൊസിഷനിലും വലിയ ഇതായിട്ടും ഒക്കെ അല്ലെങ്കിൽ വലിയ ശുശ്രൂഷകന്മാരും ഒക്കെ ആയിട്ട് ലോകം അറിയപ്പെടുന്ന ശുശ്രൂഷന്മാരൊക്കെ ആയിട്ട് നിൽക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരുപാട് നിന്നയും ഒരുപാട് കഷ്ടത ഒരുപാട് ബുദ്ധിമുട്ടിലെ ഒരുപാട് പ്രയാസത്തിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ്. കാരണം അവരൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ഈ മഹത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹാലയില് ഒരു ഇപ്പൊ ഇന്ന് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഏത് ദൈവദാസന്മാരാണെങ്കിലും നമ്മൾ അടുത്ത് സംസാരിച്ചു. എനിക്ക് പണ്ട് ഞാൻ പറയാം, നമുക്ക് ഇവിടെ വരുമ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ വന്ന് നമ്മുടെ ഇവിടെ വന്ന് സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ഹാലയിൽ അവരുടെയൊക്കെ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ഹാലയിലെ ദൈവമേ ഇത്രത്തോളം ഒക്കെ അന്ന് നമുക്കറിയത്തില്ല, നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ വിചാരം ദൂതൊക്കെ കേട്ടാൽ പിറ്റേ ദിവസം ഇതങ്ങ് സംഭവിക്കുന്ന എന്റെ വിചാരം ഇന്നങ്ങ് കേട്ടാ നാളെ അങ്ങനെ പറഞ്ഞ വ്ളാമേനൊക്കെ പറഞ്ഞ് ഈ സംഭവമൊക്കെ റിസീവ് ചെയ്യുന്ന ഹാലേ. പക്ഷേ നമുക്ക് മനസ്സിലായി ഇത് അങ്ങനെയൊന്നും അങ്ങ് പെട്ടെന്ന് വരുന്ന കാര്യമൊന്നുമല്ല ഹാലയിൽ. ഇതിനൊക്കെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് ഹാലേലിയ. പാകപ്പെട്ട പുറത്തു വരണമെങ്കിൽ സ്വർണം ഹാലേലിയൊക്കെ ഇരിക്കുന്ന എത്രയോ ഇരുട്ടിന്റെ അങ്ങ് കുഴിച്ച് ചെല്ലുമ്പോൾ ഭൂമിയുടെ അത്രത്തോളം സ്ഥലത്തേക്ക് ചെന്ന് ഇറങ്ങിയാലേ അതിനെയൊക്കെ പുറത്തെടുത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മളും ചില ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയാൽ മാത്രമേ ഹാലേലിയ നിക്ഷേപങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറത്തു വരാൻ പറ്റത്തുള്ളൂ ഹാലേ. അതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഹാലേ. പക്ഷെ അന്ന് ഇതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അവരൊക്കെ അതെന്തുകൊണ്ടാ നമ്മൾ അവിടെയൊക്കെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തന്ന അപ്പൊ ഒത്തിരി പേരുടെ ടെസ്റ്റിമണി ഞാൻ കേട്ടിട്ടുണ്ട് ഹാലേ. ഒത്തിരി പേരുടെ ജീവിത അനുഭവം ഹാലേലിയ, അത് യഥാർത്ഥമായ ജീവിത അനുഭവം അവരൊക്കെ ഷെയർ ചെയ്ത് നമുക്ക്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഹാലേ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയതിനെ കുറിച്ചും ഹാലേലിയ. പിന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും നമ്മൾ ഉറപ്പിക്കുന്ന കർത്താവ് പറയും, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയൊക്കെ വന്ന് പ്രയാസമൊക്കെ വന്ന് സങ്കടമൊക്കെ വന്ന് കരയുമ്പോൾ കർത്താവ് പറയും, അയ്യോ ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് ഇത് ഭയങ്കര അപമാനമല്ല നിന്നെയാണ് കർത്താവ് ആ കുരിശിലോട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പൊ അതൊന്ന് നോക്കുമ്പോഴത്തേന് ഉള്ള ഇതെല്ലാം അങ്ങോട്ട് പോയി കിട്ടും ഹാലയില്. കർത്താവ് എപ്പോഴും നമ്മൾ എത്രയും പരാതി പറയാണ് കർത്താവ് അപ്പൊ പറയുന്നത്, കാൽവരി ക്രൂശൊന്ന് നോക്കെന്ന് പറയും. കാല നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഞാൻ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും കർത്താവ് അതിനെ പറയും, ഞാൻ അത് അനുഭവിച്ചില്ല, ഇത് നോക്കി, ഇത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ കർത്താവ് അനുഭവിക്കാത്ത ഒരു നിന്ദയും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സങ്കടമൊക്കെ അവിടെ അങ്ങോട്ട് മാറിക്കിട്ടും ഹാലേ. അത് ഇവിടെ പറയുന്നിട്ട് അതുകൊണ്ട് നാം മുഖാന്തരം നഗരമിൽ നാം വരുവാനുള്ള അത്രയും നാം മനുഷ്യൻ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രം ഇടവിടാതെ അർപ്പിക്കുക. നമ്മള് ദൈവത്തിന് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ കാരണം പഴയ നിയമകാലത്ത് ഒരുപാട് യാഗങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇന്ന് നമുക്ക് അർപ്പിക്കാൻ ഒറ്റ യാഗമേ ഉള്ളൂ, അധരഫലം എന്ന സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വായ തുറക്കാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാനായിട്ടും ദൈവത്തിന് പ്രാർത്ഥിക്കാൻ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അവസരം ഒന്നും ഹാലില്ല. നമ്മൾ പാഴാക്കി കളയരുത്. നമ്മുടെ ദൈവമേ എപ്പോഴും നാവ് എപ്പോഴും ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനായിട്ട് സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക. ഹാലേലുയ. അപ്പൊ ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദം. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മക്കൾ കൂട്ടായ്മയിലായിരിക്കും. ദൈവം എപ്പോഴും യൂണിറ്റി ഇഷ്ടപ്പെടുന്ന യൂണിറ്റിയിലാണ് ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവം പറയാറുണ്ട് കർത്താവ് തന്നെ നമുക്ക് കാണിച്ച മാതൃക പിതാവ് പുത്ര പരിശുദ്ധാത്മ ഒരു ട്രിനിറ്റിയും വന്നത് അവിടെ യൂണിറ്റി കാണുന്നത്. അതുപോലെ നമ്മുടെ ദേഹം ആത്മാവെന്ന് കർത്താവ് അപ്പൊ നമ്മൾ സൃഷ്ടിച്ചപ്പോ അതുപോലെ തന്നെ ഒരു യൂണിറ്റി അതുകൂടെ മൂന്നിട്ട് ചിലപ്പോൾ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കുടുംബം ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളൊക്കെ കൂടി നിൽക്കുമ്പോൾ ഒരു കൂട്ടായ്മ അവിടെ ഒരു യൂണിറ്റി ഉണ്ട്. അതുപോലെ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ കൂട്ടായ്മ ഉണ്ട്. അപ്പൊ ഈ കൂട്ടായ്മ ആചരിക്കാൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കി കളയരുത്. പലപ്പോഴും ആൾക്കാര് ഒരു സൺഡേ ഒരു മീറ്റിങ്ങിൽ പോയി ഇതൊരു എന്താ പറയാ ചടങ്ങ് പൂർത്തിയാക്കി തിരിച്ചു വന്നാൽ പിന്നെ ഒരു ബന്ധവും ഇല്ല. പിന്നെ അടുത്ത സൺഡേ ആണ് അവർ കൂട്ടായ്മ ആചരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ദൈവമക്കളാണെങ്കിൽ എപ്പോഴും കൂട്ടായ്മ ആചരിക്കാനായിട്ട് ഉത്സാഹം കാണിക്കണം. ഹാലേലൂയ. അപ്പൊ അത് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരമൊന്നും നമ്മൾ പാഴാക്കരുത്. ചിലപ്പോൾ നന്മ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ സഹായിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും പക്ഷെ അവർക്ക് വേണ്ടി അല്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, അവർക്ക് അവരുടെ വിഷമങ്ങൾ കേൾക്കാനായിട്ട്, അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ട് ഹാലേലൂയ, അവരെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് സാധിക്കും. ഹാലേലൂയ. അപ്പൊ അതൊക്കെ നന്മ തന്നെയാണ്. ഹാലേലൂയ. അപ്പം അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഹാലേലൂയ. അടുത്ത പറയുന്ന
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ട ആകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തിൽ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. അപ്പൊ നടത്തുന്നവരെ ഹാലല്ല, ദൈവത്തിന്റെ വചനത്തിലും നല്ല പദ്യ ഉപദേശത്തിലും നമ്മളെ നടത്തുന്നവരെ അനുസരിച്ച് എന്നിവിടെ കൂട്ടിച്ചേർത്ത് എഴുതണം കേട്ടോ. ഹാലല്ല. കാരണം വെച്ചാൽ അന്ന് പൗലോസപ്പോസ് എഴുതുമ്പോൾ പൗലോസപ്പോസിൽ നടത്തിയത് എങ്ങനെയാണ്? ഭയങ്കര വചനത്താൽ ഉപദേശത്താലൊക്കെ ഹാലല്ല നടത്തിയതുകൊണ്ട് അങ്ങനെ. പക്ഷെ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഹലെ ദൈവത്തിന്റെ വചനത്തിലും അല്ലെ പദ്യ ഉപദേശത്തിലും അല്ലെ നമ്മൾ നടത്തുന്നവർ നമ്മൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ഹലെ ഇന്ന് ഒത്തിരി പേര് നടത്താൻ വേണ്ടി ഉണ്ട്. പക്ഷെ നടത്തുന്നവരൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഹലെ അത് കീഴടങ്ങിയിരിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹലെ അപ്പൊ നടത്തുന്നവരെ അവർക്ക് വേണ്ടി കീഴടങ്ങിയിരിക്കും. എന്നിട്ട് അവര് സന്തോഷത്തിൽ ഇറങ്ങിക്കൊണ്ട് ചെയ്യണേ, അത് നല്ലതല്ല എന്ന് പറയുന്നത്. ഹാലലിയ. ആമേൻ. അപ്പൊ 20 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. 20-21 വായിക്കും. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചിടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നും എന്നേക്കും മഹത്വം. ഹാലേ. അപ്പൊ നിത്യ നിയമത്തിന്റെ രക്തത്താൽ ഹാലേ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം ഹാലേ അത് നിത്യ നിയമമാണ്. ഹാലേ നമ്മളുമായിട്ട് നമുക്ക് ഇന്ന് ഹാലില്ല ഒരൊറ്റ ഉടമ്പടി മാത്രമേ ഉള്ളൂ. നമ്മളുടെ മേൽ അധികാരം അവകാശമുള്ള ഒരേ ഒരു കർത്താവ് യേശുക്രിസ്തു രക്തത്താൽ ഉടമ്പടി. നമ്മൾ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണെന്ന് വെച്ചാൽ ഹല ദൈവ കർത്താവ് യേശുക്രിസ്തു രക്തത്താൽ ഉടമ്പടിയാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആ നിത്യ നിയമത്തെ അപ്പൊ നമുക്ക് നിത്യമായ നിയമം വന്നേക്കുന്നത് അതിന് മാറ്റി ഇടയ്ക്കിടയ്ക്ക് മാറ്റി വരുത്തില്ല. ഹല ആ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ ആ കർത്താവ് യേശുവിനെ മരിച്ചിടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി എനിക്ക് പ്രസ്താവമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറയാം. അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറഞ്ഞ വലിയ ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ. ഹാലയില്. അപ്പം ആടുകളെ മേയ്ക്കുന്ന എല്ലാ ഇടയന്മാരെക്കാട്ടി വലിയ ഇടയൻ നമ്മുടെ കർത്താവ് യേശു. അപ്പൊ നമ്മുടെ ഇടയൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇടയൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പാസ്റ്റർ അല്ലേ അല്ലെ? ആ ഇടയൻ. അപ്പൊ ഏറ്റവും വലിയ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ മറ്റേ പാസ്റ്റർ നമ്മുടെ ഏറ്റവും വലിയ പാസ്റ്റർ ആരാന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അപ്പൊ ആ യേശുക്രിസ്തു ആണ് നമ്മുടെ എന്നിട്ട് ആ കർത്താവ് യേശു മരിച്ചയുടെ നിന്നും മടക്കി വരുന്ന സമാധാന ദൈവം. അപ്പൊ ആ കർത്താവ് യേശുക്രിസ്തുവിനെയും മരിച്ചയുടെ ഇടയിൽ നിന്ന് മടക്കരുത് സമാധാനത്തിന് ദൈവം നമ്മുടെ പിതാവായ ദൈവം ഹല്ലേലൂയ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കണം എല്ലാ നന്മയിലും യഥാസ്ഥാനത്തിൽ തനിക്ക് പ്രസാദമുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണമാണ് എല്ലാ നന്മയും തന്ന നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദം യേശുക്രിസ്തു മുഖാന്തരം. അപ്പൊ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് ഇഷ്ടം ചെയ്ത് എല്ലാ നന്മയും എല്ലാം ചെയ്ത് ആമേൻ ദൈവത്തെ അപ്പൊ നമ്മളിലൂടെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ആ ദൈവത്തിന് നമ്മൾ എപ്പോഴും മഹത്വം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇതെല്ലാം തന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് എപ്പോഴും നമ്മൾ മഹത്വം കൊടുത്തിട്ട് മുൻപോട്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് അവസ്ഥ കൂടെ പോകുമ്പോഴും അവിടെ പെറുപുറത്തുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും പരിഭവിച്ചുകൊണ്ടും പിന്മാറിപ്പോയിട്ടും ഒന്നും അല്ല. കർത്താവ് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ പ്രോമിസ് നമ്മൾ എപ്പോഴും കൊടുക്കുക. കർത്താവ് യേശുക്രിസ്തു നമ്മൾ ആദ്യം വായിച്ചു പോയാം. അപ്പൊ ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം. അത് കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരല്ല പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദൈവം നമുക്ക് തുണയെങ്കിൽ ദൈവം നമുക്ക് കർത്താവ് എനിക്ക് തുണ ആകിയാൽ ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് ഇത് നമ്മൾ ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഏത് അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും ദൈവത്തിന് നാമം മഹത്വം എടുക്കാനായിട്ട് അത് കാരണമാകണം. നമ്മൾ മുഖാന്തരം ദൈവത്തിന് നാം ഒരിടത്ത് പോലും ദുഷിക്കപ്പെടാൻ ഇടയായില്ല. കാരണം നമ്മളിപ്പോ ഒരാൾ ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റം. നമ്മുടെ വിശ്വാസം, നമ്മുടെ വായിന്ന് വരുന്ന ഓരോ വാക്കും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സംസാരമൊക്കെ നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ നാവ് എപ്പോഴും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം അവിടെ ഒരിടത്ത് പോലും അയ്യോ വലിയ ദൈവവേദനാണ് വിചാരം കണ്ടത്, പക്ഷെ വായിന്ന് വരുന്ന കേട്ടില്ലേ, ഇത് പറയാൻ ഇടയാക്കട്ടെ. കാരണം നമ്മുടെ ഓരോ വാക്കിൽ പോലും വാക്കെല്ലാം ഉപ്പിനാൽ രുചി വന്ന കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വന്നു ആയിരിക്കട്ടെ എന്ന് പറയാം. കാരണം നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ പണ്ട് ഒരു ദിവസം ഒരിക്കൽ പറഞ്ഞ ഓർമ്മയാണ്. ഞാൻ പണ്ട് നമ്മുടെ ഒരു ബഹനപ്പെട്ട് തിരിച്ച എയർപോർട്ടിൽ 3 ദിവസം അവിടെ ഇരുന്നു. ഒരവസ്ഥ വിസ വന്നില്ല.
വെളിയിൽ ഇറങ്ങാൻ പറ്റും. പക്ഷെ അന്നൊക്കെ അല്ല ഞാൻ അവിടെ നിന്നിട്ട് ഹാലയിലൂയ സംസാരിക്കുന്നു, മറ്റോരോ ആൾക്കാർ ഇങ്ങനെ സ്ട്രീമിംഗ് പോലെ ആൾക്കാരോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയും ഇതൊക്കെ ചെയ്യുമ്പം അല്ല ദൈവം എന്നെ അവിടെ കൊണ്ട് ഇരുത്തിയത് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനന്ന് ഉപവാസത്തോട് കടന്നു പോയത് കാരണം വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ എന്റെ മുൻകോപം മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ മുൻകോപമൊക്കെ മാറിയോ, നീ ശരിക്കും മാറിയോ എന്ന് അറിഞ്ഞിട്ട് 3 ദിവസം അവിടെ 3 രാത്രി 3 പകലും ഹാലയിലൂയ ആമേൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്നെയൊക്കെ അല്ലല്ലോ നമ്മുടെ നോഹനെ കൊണ്ട് അല്ലോ യോനായെ കൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിലിട്ടത് പോലെ അവിടെ ഇരുത്തി ഹാലയിലൂയ അവിടെ ഇരുത്തിയിട്ട് നല്ലതുപോലെ പഠിപ്പിച്ചിട്ട് പുറത്തിറക്കിയത് ഹാലയിലൂയ. അപ്പോഴൊക്കെ ആമേൻ ഞാൻ അത് സംസാരിക്കുമ്പോൾ അന്നേരം ആമേൻ നമ്മുടെ ഒത്തിരി സാക്ഷ്യം വന്നു ഹാലയിലൂയ. ഞാൻ ഫോൺ ചെയ്ത് പലരും ഇങ്ങനെ ട്രാവൽസിന് അവരൊക്കെ വിളിച്ച് സംസാരിക്കും. അവരൊക്കെ പറഞ്ഞു അയ്യോ എന്നാലും ഇത് ഇത്രയും ഇങ്ങനെ ഇരുന്നിട്ടും അത് സംസാരത്തിനകത്ത് കണ്ട വളരെ ആമീൻ എന്താ പറയാ വളരെ സൗമ്യതയോടെ അല്ലെ വളരെ ശാന്തമായിട്ടൊക്കെ സംസാരിക്കുക കേട്ട് ആമീൻ അവസാനം അവരൊക്കെ ഇത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്, ദൈവം തെളിയിച്ചിട്ട് എന്നെ പുറത്തിറക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി ആർക്കും ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് യുഎയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവര് ആ ട്രാവൽസിന് പറഞ്ഞ ഒരു വിസയുടെ ആപ്ലിക്കേഷൻ അല്ലെ സബ്മിറ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിൽ അത് റിജക്ഷൻ ആണ് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ആകണം. ഇത് രണ്ടും സംഭവിക്കാതെ അല്ലെ ആ 3 ദിവസം അങ്ങനെ തന്നെ 3-ാമത്തെ ദിവസം ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അബുദാബിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് കൂടാതെ ഒരു ദുബായി കൊണ്ടുവന്ന് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അപ്പൊ ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി അവിടുന്ന് വിസയം പുറത്തുനിന്ന്. അപ്പൊ അവർ ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ നമ്മൾ റിജക്റ്റ് ആകുന്നത് ഒരിക്കലും മറ്റൊരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആകത്തില്ല ഇവിടുത്തെ സിസ്റ്റം സെൻട്രൽ സിസ്റ്റമാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ വിസ വന്നു കഴിഞ്ഞപ്പോൾ അവർ നോക്കി അന്നൊരു മറ്റേ ആപ്ലിക്കേഷയുടെ പ്രോസസ്സിംഗ് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പൊ രണ്ടിന്റെയും കൂടെ പ്രിന്റ് എടുത്തിട്ട് അവരെനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഇത് ദൈവം തന്നെയാണ് ചെയ്ത്, ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയായിരുന്നു പറയാനില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും അതിനൊക്കെ ഹാലയിലെ നമുക്ക് ദൈവനാമം അവിടെ മഹത്വപ്പെടുവാനായിട്ട് കാരണമാകണം ഹാലയിലെ. കാരണം അത് ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ദൈവം അറിയാണ്ടല്ല, ദൈവം നമ്മൾ ഓരോ സാഹചര്യത്തിൽ കൂടെ അല്ലെ കൊണ്ടുപോകുന്നെങ്കിൽ അവിടെയെല്ലാം നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം എടുക്കാൻ കാരണമാകണമെന്ന് തെളിയിക്കാൻ വേണ്ടി അതിന് കർത്താവ് നമുക്ക് തുണയാണ് ഹലെ. മനുഷ്യന് നമ്മളോട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഹലെ. ഈ ധൈര്യം എപ്പോഴും നമുക്ക് ഉണ്ടാകണം ഹലെ. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്റെ കരം പിടിച്ചിട്ട് ദൈവം എന്റെ കൂടെ നടക്കുന്നെങ്കിൽ ഹാലേലിയ നമ്മളെ ഹാലേലിയ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. കാരണം ഏതാ നമ്മൾക്ക് മുൻപിലേക്ക് ചിലപ്പോൾ ഒന്നും കാണത്തില്ല, നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് ഒന്നും കാണത്തില്ല, ശൂന്യതയായിരിക്കും. പക്ഷെ ധൈര്യത്തോടെ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചോണം. കാരണം വെച്ചാൽ കർത്താവ് കരം പിടിച്ചിട്ടുണ്ട് ഹാലെ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കാൻ, കാരണം നമ്മൾ വീണ് പോകത്തില്ല ഹാലയിലെ. ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് ഇങ്ങനെ വെളിപ്പാട് കാണിച്ചു തന്നത് ഹാലെ. നമ്മൾ മുമ്പോട്ട് കാല് വെക്കുമ്പം അവിടെ കാല് വെക്കാൻ സ്ഥലമില്ല ഹാലയിലെ. അവിടെ എന്തോ മണ്ണില്ല, ഭൂമിയില്ല, നമ്മൾ കാലെടുത്ത്. പക്ഷേ അല്ലെ നമ്മുടെ കാൽപാദം പൊക്കി ഹാലയിലെ അത് താഴേക്ക് ചവിട്ടുന്നതിനും അവിടെ ഹാലയിലെ ചവിട്ടാനുള്ള സ്ഥലം ഉണ്ടായി വന്നിരിക്കും ഹാലയെ. കാരണം നമ്മൾ വിശ്വാസത്തോടെ കാല് പൊക്കുന്നെങ്കിൽ ഹാലയിലെ നമ്മുടെ കാല് വെക്കാൻ അപ്പുറത്തോട്ട് വലിയ കുഴിയാണ് അല്ലെ ഒരു വലിയ ഗർത്തമാണെന്നിരിക്കട്ടെ, ഒരു കൊക്കയാന്നിരിക്കട്ടെ, അയ്യോ ഞാൻ കാല് വെച്ച് അടുത്ത കൊക്കയിലേക്ക് വെക്കുന്നതല്ല. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ കൂടെ അല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ കാല് പൊക്കി നമ്മുടെ കാൽപാദം പൊങ്ങിയിട്ട് താന്ന് ഹാലെ അവിടേക്ക് ചവിട്ടാൻ വരുമ്പോഴത്തെ അവിടെ സ്ഥലം ചവിട്ടാനുള്ള സ്ഥലം ഉണ്ടായി വരും ഹാലെ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അങ്ങനെയായിരിക്കണം, നമ്മൾ മുൻപോട്ട് പോകേണ്ട അങ്ങനെ ആയിരിക്കണം ഹാലെ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എല്ലാവരും ധൈര്യത്തോടു കൂടി ഹാലെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെയാണ് ഓരോ സ്റ്റെപ്പും മുൻപോട്ട് വെക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും നിങ്ങൾ നോക്കരുത് ഹാലയിലെ. കർത്താവ് തുണയായിട്ടുണ്ട് ഹാലയിലെ. ധൈര്യത്തോടെ മുമ്പോട്ട് ദൈവം വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കും പറയാം. ആമേൻ, സ്തോത്രം. ഗോഡ് ബ്ലസ് യു.